പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് 5000+ ഫാക്ട്സിൽ PSC നിരന്തരമായി ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങൾ നോക്കാൻ പോവുകയാണ്. ഈ 5000+ എന്ന് പറഞ്ഞ ഫാക്ട്സിൻ്റെ ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ഒരു എപ്പിസോഡ് പോലും, ഒരു ഭാഗം പോലും നിങ്ങൾ കാണാതിരിക്കരുത്. എല്ലാത്തിനകത്തും ഇപ്പോൾ ചില ക്ലാസ്സുകൾ 50 ഫാക്റ്റ് ഉണ്ട്, ചിലതിൽ 100 ഫാക്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ മനസ്സിലാവും. പല ചോദ്യങ്ങളും മിക്കവാറും ഒരു 90% ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇതിനകത്ത് കാണുന്നതായിരിക്കും, ഉറപ്പാണ്. ഒരല്പം ബുദ്ധിയൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയണ കാര്യങ്ങൾ, ചില ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഞാൻ പറയും, ഇപ്പം ഫോർ എക്സാമ്പിൾ മൗലിക അവകാശങ്ങളിൽ നിന്നൊരു ഫാക്റ്റ് വന്നു, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും മൗലിക അവകാശങ്ങളൊന്നും നന്നായിട്ട് നോക്കി വെക്കണേന്ന് പറയും. അയിരുകൾ, ധാതുക്കൾ, ഇപ്പോൾ ഞാൻ പറയും ഈ അയിരുകളുടെ പേരുകൾ ഒന്ന്, അപ്പോൾ അതും കൂടെ ഒന്ന് അനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ ഒരു സെഷനിൽ നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിലെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഹോർത്തുസ് മലബാർക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത്? ഒന്നാമത്തെ ചോദ്യം. ഈ സ്ലൈഡിനകത്ത് 4 ചോദ്യങ്ങളാണ്. ഹോർത്തുസ് മലബാർക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം. ഉത്തരം ഇട്ടി അച്യുതൻ. എന്താ പേര്? ഇട്ടി അച്യുതൻ എന്നാണ്. ഇട്ടി അച്യുതൻ എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നെടുങ്കോട്ട നിർമ്മിച്ചത്? ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നെടുങ്കോട്ട നിർമ്മിച്ചത്? ഉത്തരം ധർമ്മരാജാവ്. ഉത്തരം എന്താണ്? ധർമ്മരാജാവ്. ജീവിതത്തിൻ്റെ അവസാനത്തെ 2 ദശകങ്ങളിൽ അന്ധത വന്നിട്ടും സാഹിത്യ ജീവിതം തുടർന്ന കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവ് ആരാണ്? ഉത്തരം KP കേശവമേനോൻ. ഉത്തരം KP കേശവമേനോൻ എന്നാണ്. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ഉത്തരം CP രാമസ്വാമി അയ്യർ. രാമസ്വാമി അയ്യർ. രാമസ്വാമി അയ്യർ എന്നാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം, ഹോർത്തുസ് മലബാർക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത്? ഉത്തരം ഇട്ടി അച്യുതൻ. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നെടുങ്കോട്ട നിർമ്മിക്കപ്പെട്ടത്? ഉത്തരം ധർമ്മരാജാവ്. ജീവിതത്തിലെ അവസാനത്തെ 2 ദശകങ്ങളിൽ അന്ധത വന്നിട്ടും സാഹിത്യ ജീവിതം തുടർന്ന കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവ് ആരാണ്? ഉത്തരം KP കേശവമേനോൻ. ഉത്തരവാദ പ്രക്ഷോഭത്തിലെ തിരുവിതാംകൂർ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം CP രാമസ്വാമി അയ്യർ ആണ്. അടുത്ത ചോദ്യം, മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ്സ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം KN പണിക്കർ. KN പണിക്കർ. KN പണിക്കരാണ് അങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം എഴുതി മലബാർ കലാപത്തെക്കുറിച്ച്. ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട മിതവാദി വിഭാഗത്തിൻ്റെ നേതാവ് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞത്. ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട മിതവാദി വിഭാഗം നേതാവ് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പട്ടാഭി സീതാരാമയ്യ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം എഴുതിയത് KN പണിക്കരാണ്. ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന അഭിപ്രായം പറഞ്ഞ മിതവാദി വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. പട്ടാഭി സീതാരാമയ്യ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത ചോദ്യം, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വർഷം? അപ്പോൾ റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വർഷം 1911. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം
സാന്താൾ കലാപം. സാന്താൾ കലാപം നമ്മൾ ഹിസ്റ്ററിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. സാന്താൾ കലാപം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റഷ്യ കീഴടക്കാനായി 1941 അച്ചുതണ്ട് ശക്തികൾ രൂപം നൽകിയ രഹസ്യ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ. എന്താ പേര്? ഓപ്പറേഷൻ. ഓക്കെ. ബാർബറോസ. ഓപ്പറേഷൻ ബാർബറോസ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. വർഷം 1911. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? സാന്താൾ കലാപം. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റഷ്യ കീഴടക്കാൻ 1941 അച്ചുതണ്ട് ശക്തികൾ രൂപം നൽകിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ബാർബറോസ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നമ്പർ 12. ഏറ്റവും കൂടുതൽ കാലം സർവ്വരാജ്യ സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് ആരാണ്? ഉത്തരം എറിക് ഡ്രമണ്ട്. എറിക് ഡ്രമണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സർ ജെയിംസ് എറിക് ഡ്രമണ്ട് എന്നാണ്. സർ ജെയിംസ് എറിക് ഡ്രമണ്ട് എന്നാണ്. ലോകത്തിലെ നീതിയുടെ അവസാന വാക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. നീതിന്യായ കോടതി. ലോകത്തിലെ നീതിയുടെ അവസാന വാക്ക് എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിലെ എസ്റ്റേറ്റ് ജനറലിൽ സാധാരണ ജനങ്ങൾ ഉൾപ്പെട്ടിരുന്നത് എത്രാമത്തെ സ്റ്റേറ്റിലാണ്? സാധാരണ ജനങ്ങൾ ഫ്രാൻസിലെ എസ്റ്റേറ്റുകളിൽ ഏത് എസ്റ്റേറ്റിലാണ് ഉൾപ്പെട്ടിരുന്നത്? ഉത്തരം മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഉൾപ്പെട്ടിരുന്നത്. അമേരിക്കയിൽ ബിൽ ഓഫ് റൈറ്റ്സ് എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം മാഡിസൺ. ജെയിംസ് മാഡിസൺ. എന്താ പേര്? ജെയിംസ് മാഡിസൺ എന്നാണ്. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസത്തിന്റെ പേരെന്താണ്? ടൊർണാഡോ എന്നാണ് ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസത്തിന്റെ പേര്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിയുടെ പേരാണ് സർ ജെയിംസ് എറിക് ഡ്രമണ്ട്. ലോകത്തിലെ നീതിയുടെ അവസാനത്തെ വാക്ക് എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഫ്രാൻസിലെ എസ്റ്റേറ്റ് ജനറലിൽ സാധാരണ ജനങ്ങൾ ഉൾപ്പെട്ടിരുന്നത് മൂന്നാമത്തെ ജനറലിലാണ്. അമേരിക്കയിൽ ബിൽ ഓഫ് റൈറ്റ്സ് എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസമാണ് ടൊർണാഡോ. അടുത്ത ചോദ്യത്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൈവഴികളുള്ള നദിയാണ് ആമസോൺ നദി. ബ്രസീൽ. ആമസോൺ. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകത്തിന്റെ അളവിൽ എന്ത് വ്യത്യാസം സംഭവിക്കുന്നു? കുറയുന്നു. ഓക്കെ. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകത്തിന്റെ അളവ് കുറയുന്നു. കോറിയോലിസ് പ്രഭാവം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് എങ്ങോട്ടേക്കാണ് ചലിക്കുന്നത്? ഉത്തരം പറയേണ്ടത് റൈറ്റിലോട്ടാണ്, വലത്തോട്ടാണ് ചലിക്കുന്നത്. പൂർവഘട്ടത്തെ മുറിച്ച് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതെല്ലാം? നദികൾ: 1 മഹാനദി, 2 ഗോദാവരി, 3 ശ്രദ്ധിക്കുക കൃഷ്ണ, 4 കാവേരി. ഇത്രയും നദികളാണ്. കാവേരി പൂർവഘട്ടത്തെ മുറിച്ചൊഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് ഇതെല്ലാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൈവഴികളുള്ള നദി ആമസോൺ ആണ്. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്നത് ബുധൻ. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറയും. കോറിയോലിസ് പ്രഭാവം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വലത്തോട്ടായിരിക്കും ചലിക്കുന്നത്. പൂർവഘട്ടത്തെ മുറിച്ചൊഴുകുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം: ആരവല്ലി മലനിരകളുടെ ഏറ്റവും ഉയർന്ന ഭാഗം എത്രയാണ്? ഉത്തരം 1722 മീറ്ററാണ്. ആരവല്ലി മലനിരകളുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ഇത്
ഗുരുശിഖർ എന്നാണ് അറിയപ്പെടുന്നത്. ഗുരുശിഖർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആരവല്ലി മലനിരകളുടെ ഏറ്റവും ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് ഗുരുശിഖർ. 1722 അതിൻ്റെ ഉയരം. അത്രയും മീറ്ററാണ് അതിൻ്റെ ഉയരം. ഗംഗ എവിടെ വെച്ചാണ് സമതലത്തിൽ പ്രവേശിക്കുന്നത്? ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്നത്. പുഷ്പഗിരി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം കർണാടകത്തിലാണ്. പുഷ്പഗിരി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടകത്തിലാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം പുഷ്പവതിയാണ് നദി. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് പുഷ്പവതി. അടുത്ത ചോദ്യം, പെരിയാറിനെ കൂടാതെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ മറ്റൊരു നദിയാണ് പമ്പാ നദി. ആരവല്ലി മലനിരകളുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഗുരുശിഖർ. 1722 മീറ്ററാണ് അതിൻ്റെ ഉയരം. ഗംഗ എവിടെ വെച്ചാണ് സമതലത്തിൽ പ്രവേശിക്കുന്നത്? ഹരിദ്വാറിൽ വെച്ചാണ്. പുഷ്പഗിരി എന്ന് പറയുന്ന വന്യജീവി സങ്കേതം എവിടെയാണ്? ഉത്തരം കർണാടകത്തിലാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പുഷ്പവതി. പെരിയാറിനെ കൂടാതെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ മറ്റൊരു നദി ഏതാണ്? ഉത്തരം പമ്പാ നദിയാണ്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഉത്തരം പറയണം, മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമാണ് ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. ചന്ദനമരം കാണപ്പെടാത്ത കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പറയണം, അത് ചെന്തുരുണി ആണ്. ചന്ദനമരം കാണപ്പെടാത്ത കേരളത്തിലെ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതെല്ലാം ജില്ലകളിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം ഉത്തരം പറയണം, ഇടുക്കിയിലും അതുപോലെ പത്തനംതിട്ടയിലും ആണ്. വ്യാവസായിക ഉൽപ്പന്ന സൂചിക ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ തയ്യാറാക്കുന്ന സ്ഥാപനം ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓഫീസ്. അടുത്തത്, ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ഗുണാർ മിർഡൽ. ഉത്തരം ഗുണാർ മിർഡൽ ആണ് ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ്. ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാമാണ്. ചന്ദനമരം കാണപ്പെടാത്ത കേരളത്തിലെ വന്യജീവി സങ്കേതം ചെന്തുരുണി, കൊല്ലം. പെരിയാർ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഇടുക്കിയിലും പത്തനംതിട്ടയിലുമാണ്. വ്യാവസായിക ഉൽപ്പന്ന സൂചിക അതായത് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ തയ്യാറാക്കുന്ന സ്ഥാപനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ് ഗുണാർ മിർഡൽ ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത മെക്സിക്കൻ ഗോതമ്പിനങ്ങൾ ഏതെല്ലാം? ഹരിത വിപ്ലവത്തിൻ്റെ വേരിറങ്ങിയ ആദ്യ രാജ്യം മെക്സിക്കോയാണ്. എന്നാൽ മെക്സിക്കോയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ഗോതമ്പിനങ്ങൾ ഏതെല്ലാം? ഒന്ന് ലെർമ റോജോ ഒന്നാമത്തേത്. രണ്ടാമത്തേത് സൊണോറ 64. ഇത് രണ്ടുമാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത പ്രധാനപ്പെട്ട ഗോതമ്പിനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ഇന്ന് ഈ സ്ലൈഡിലെ രണ്ടാമത്തെ ചോദ്യം, GSTയിൽ ഉൾപ്പെടാത്ത പ്രധാന ഇനങ്ങൾ. 1 മദ്യം, 2 പെട്രോളിയം, 3 പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം വരും. അടുത്തത് കറണ്ട്, വൈദ്യുതി. ഇതൊന്നും എന്തിൽ വരില്ല? GSTയിൽ വരാത്ത പ്രധാനപ്പെട്ട ഇനങ്ങളാണ്. 50,000 രൂപയിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾ ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ രേഖയാണ് വേ രേഖ. വേ ബില്ല് എന്ന് പറയും. GST ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെ പറ്റുക. ഇന്ത്യയിലെ എല്ലാ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെയും നിയന്ത്രിക്കുന്ന സർക്കാർ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി മെക്സിക്കോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത ഗോതമ്പ് ഇനങ്ങൾ ഏതെല്ലാമാണ്? മെക്സിക്കൻ ഗോതമ്പ് ഇനങ്ങളാണ്. 1 ലെർമ റോജോ, 2 സൊണോറ 64.
GST-യിൽ ഉൾപ്പെടാത്ത പ്രധാനപ്പെട്ട ഇനങ്ങളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മദ്യം, വൈദ്യുതി. 50,000 രൂപയിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ രേഖയാണ് വേ ബില്ല്. ഇന്ത്യയിലെ എല്ലാ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെയും നിയന്ത്രിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ റീറ്റെയിൽ പേയ്മെന്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്താണ്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഉത്തരം ക്ലിയർ ആണ്. ഇന്ത്യയിലെ റീറ്റെയിൽ പേയ്മെന്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അടുത്തത് IFSC കോഡ്. നമ്മൾ സാധാരണ ബാങ്കിലൊക്കെ പോകുമ്പോൾ IFSC കോഡിന്റെ 5ാമത്തെ ക്യാരക്ടർ എപ്പോഴും ഒരു സംഖ്യയായിരിക്കും. അതേതാണ്? ഉത്തരം 0. 5ാമത്തെ സംഖ്യ എപ്പോഴും 0 ആയിരിക്കും. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് 1982 മുംബൈ ആസ്ഥാനമായി സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം. അത് എക്സിം ബാങ്ക് ആണ്. എക്സിം ബാങ്ക്. ഓക്കെ, ക്ലിയർ ആണ്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് 1982 മുംബൈ ആസ്ഥാനമായി സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നതമായ സാമ്പത്തിക സ്ഥാപനത്തിൻ്റെ പേരാണ് എക്സിം ബാങ്ക്. എക്സിം ബാങ്ക്. അടുത്ത ചോദ്യത്തിലേക്ക്, ഓരോ സെൻസസിന് ശേഷവും ഡീലിമിറ്റേഷൻ നിയമപ്രകാരം സംസ്ഥാനങ്ങളെ പ്രാദേശിക നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? അനുച്ഛേദം ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ നമ്പർ 170. ഓരോ സെൻസസിന് ശേഷവും ഡീലിമിറ്റേഷൻ നിയമപ്രകാരം സംസ്ഥാനങ്ങളെ പ്രാദേശിക നിയോജക മണ്ഡലങ്ങളായി ഡിവൈഡ് ചെയ്യണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 170. ഇന്ത്യയിൽ പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിലെ പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അടുത്തത്, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കാണ്. ഓക്കെ, ഗവർണർമാർക്ക്. ഓക്കെ, അപ്പം ഓരോ സെൻസസിന് ശേഷവും ഡീലിമിറ്റേഷൻ നിയമപ്രകാരം സംസ്ഥാനങ്ങളെ പ്രാദേശിക നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 170. ഇന്ത്യയിൽ പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർക്കാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് GST കൗൺസിലിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? അത് ഗവർണറാണ്. ഓക്കെ, അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർ. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം അലങ്കരിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഗിരിജ വ്യാസ് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവിയിലേക്ക് 2 തവണ എത്തിയ വ്യക്തിയാണ് ഗിരിജ വ്യാസ്. ഇന്ത്യയിൽ ന്യൂനപക്ഷം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന്, ഏതെല്ലാം വിഭാഗങ്ങളാണ്? മതവിഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? 6 വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഏതെല്ലാമാണ്? 1, ഇസ്ലാം മതം. 2, ക്രിസ്തു മതം. 3, സിഖ് മതം. ഇത് ന്യൂനപക്ഷമായിട്ടാണ് കരുതിയിട്ടുള്ളത്. 4, ബുദ്ധമതം. 5, പാഴ്സി. 6, ജൈനമതം. ഇത്രയും പേര് നമ്മൾ ന്യൂനപക്ഷമായി 6 മതങ്ങളെ ന്യൂനപക്ഷമായി ഇന്ത്യയിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് GST കൗൺസിലിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണറാണ്. ആ സംസ്ഥാനത്തിലെ ഗവർണറാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 തവണ വഹിച്ച വ്യക്തിയാണ് ഗിരിജ വ്യാസ്.
ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളുടെ എണ്ണം 6 അത് ഇസ്ലാം മതം, ക്രിസ്തുമതം, സിഖ് മതം, ബുദ്ധമതം, പാഴ്സി മതം, ജൈനമതം. ഇത്രയുമാണ് ആ മതവിഭാഗങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് വലിയൊരു പദവിയാണ്. അവിടെ അംഗങ്ങളെ നിയമിക്കുന്നത് വലിയൊരാളാണ്. അത് ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, അത് 3ാമത്തെ രാജ്യമാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ഒരു പോയിന്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് ആദ്യമായി ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, അത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ കഴിഞ്ഞാൽ 2ാമത് ആരാണ്? ന്യൂസിലാൻഡാണ്. ഓക്കെ, അടുത്തത് സെക്രട്ടേറിയറ്റിലെ എല്ലാ വകുപ്പുകളുടെയും ഭരണപരമായ നിയന്ത്രണം വഹിക്കുന്ന വകുപ്പ് ഏതാണ്? പൊതുഭരണ വകുപ്പ്. ഏതാണ്? പൊതുഭരണ വകുപ്പ്. ഭരണ വകുപ്പാണേ, പൊതുഭരണ വകുപ്പ്. സെക്രട്ടറിയിലെ എല്ലാ വകുപ്പുകളുടെയും ഭരണപരമായ നിയന്ത്രണം നിർവഹിക്കുന്ന വകുപ്പാണ് പൊതുഭരണ വകുപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ആൻഡ് ഇന്നവേഷൻ ടെക്നോളജി. ഓക്കെ, അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1ാമത്തത് ഓസ്ട്രേലിയ, 2ാമത്തത് ന്യൂസിലാൻഡ്. സെക്രട്ടേറിയറ്റിലെ എല്ലാ വകുപ്പുകളുടെയും ഭരണപരമായ നിയന്ത്രണം വഹിക്കുന്ന വകുപ്പ് ഏതാണ്? പൊതുഭരണ വകുപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ആൻഡ് ഇന്നവേഷൻ ടെക്നോളജി എന്നാണ്. കേരളത്തിലെ ഏത് പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് ആദ്യമായി ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറ്റപ്പെട്ടത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്മരുതി. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്മരുതി. ഓക്കെ, അതാണ് ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറ്റപ്പെട്ടത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നു, അത് ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറ്റപ്പെട്ടു. ചെറിയ വ്യവസായങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്കും സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്ന സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഓക്കെ, കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? കുടുംബശ്രീയെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 സ്ത്രീ ശാക്തീകരണം, 2 ദാരിദ്ര്യം ഇല്ലാതാക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മിതവ്യയ സമ്പാദ്യ വായ്പാ പദ്ധതി, ചെറിയ വായ്പകൾ കൊടുക്കുക, അല്ലെങ്കിൽ സമ്പാദ്യമുണ്ടെങ്കിൽ അവിടെ നിക്ഷേപിക്കാം, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായം നൽകുക, പ്രോത്സാഹനം നൽകുക, സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുക. ഇതാണ് കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ കേരളത്തിലെ ഏത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറ്റപ്പെട്ടത്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്മരുതി. വലിയ വ്യവസായങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്കും സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്ന സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നോക്കി. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 54ാമത്തെ ചോദ്യം. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയമാണ്. ഹൃദയത്തിന് ക്യാൻസർ ബാധിക്കൂല. അപ്പോൾ ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, അത് ഹൃദയം. ഏറ്റവും ആയുസ് കുറഞ്ഞ ശ്വേതരക്താണു ആരാണ്? ഉത്തരം ന്യൂട്രോഫിൽ. ഏതാണ്? ന്യൂട്രോഫിൽ. ഏറ്റവും എസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോ അങ്ങനെ പറയുമ്പോൾ ന്യൂട്രോഫിലിനാണ് ഏറ്റവും ആയുസ് കുറഞ്ഞ ശ്വേതരക്താണു, വൈറ്റ് ബ്ലഡ് കോർപ്പസ്കൾ. ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കപ്പെട്ട മനുഷ്യ അവയവം ഏത്? ഉത്തരം കിഡ്നിയാണ്, വൃക്ക. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി, 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി എന്ന് വെച്ചാൽ സബ് ലിംഗ്വൽ. ഏതാണ്? സബ് ലിംഗ്വൽ. ഓക്കെ, മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഏതാണ്? ഹൃദയമാണ്. ഏറ്റവും ആയുസ് കുറഞ്ഞ ശ്വേതരക്താണു ന്യൂട്രോഫിലാണ്.
ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്ക. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥിയാണ് സബ് ലിംഗ്വൽ. സബ് മാക്സിലറി ഉണ്ട്, വേറെ ഒരു 3 ജോഡിയുണ്ട്. ഓക്കെ, സബ് മരീറ്റൽ ഉണ്ട്. ഇപ്പോൾ സബ് ലിംഗ്വലാണ് ശരിയായ ഉത്തരം. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി സബ് ലിംഗ്വലാണ്. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിനകത്ത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെക്കുറിച്ച് കംപ്ലീറ്റ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം ഇങ്ങനെ, എന്താ അടുത്ത ചോദ്യം? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? കാൽസിട്ടോണിൻ. എന്താ പേര്? കാൽസിട്ടോണിൻ. ഈ കാൽസിട്ടോണിൻ രക്തത്തിലെ കാൽഷ്യം 9 to 11 mg/100 ml ആണ് നോർമൽ ലെവൽ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത്, കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ കാൽസിട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുകയും അത് കാൽസ്യത്തെ നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. കേടുവന്നാൽ വീണ്ടും വളരാത്ത ശരീരകോശങ്ങൾ ഏതാണ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ആൻസർ ചെയ്യണം. ഇപ്പോൾ തന്നെ കമൻ്റ് ഇടണം. നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും 5000 ഫാക്ട്സ് കണ്ടുവരുന്നുണ്ടോ? കേടുവന്നാൽ വീണ്ടും വളരാത്ത ശരീരകോശങ്ങൾ ഏതാണ്? കമൻറ്റ് ചെയ്യൂ, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യൂ. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മളൊരാൾ സംസാരിക്കുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ നമ്മുടെ ബ്രെയിൻ അത് റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്, തിരിച്ചറിയാറുണ്ട്. ഇത് സംസാരവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം പറയണം. ബ്രോക്കസ് ഏരിയ. എന്താണ്? ബ്രോക്കാസ് ഏരിയ എന്ന് പറയും. ബ്രോക്കാസ് ഏരിയ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളല്ല. ഇതിനെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം മെഡുല ഒബ്ലാങ്കേറ്റ. ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. ഒബ്ലാങ്കേറ്റ. ഓക്കെ. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ്. തലാമസ് ആണേ, തലാമസ്. ഓക്കെ. അപ്പോൾ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. കേടുവന്നാൽ വീണ്ടും വളരാത്ത ശരീരഭാഗങ്ങൾ നിങ്ങളുടെ ചോദ്യമാണ്. സംസാരവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ബ്രോക്കാസ് ഏരിയ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം ഇങ്ങനെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് തലാമസ് ആണ്. ഇനി നമ്മൾ സാധാരണ PSC പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഭാഗമാണ് സയൻസ്. ഒരു സബ്ജക്റ്റാണ്. ഈ സയൻസിന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പ്രയാസമാണെന്നാണ് പൊതുവേ ആൾക്കാർ പറയുന്നത്. കാരണം സയൻസ് മിക്കവാറും നമ്മൾ ഡിഗ്രിക്കൊക്കെ പോയപ്പോൾ സയൻസ് എടുത്ത് പഠിക്കാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ സയൻസ് ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് അങ്ങനെ നിരന്തരമായി നമ്മൾ അങ്ങനൊരു കമൻറ്റ് കിട്ടുന്നത് കൊണ്ടും വിളിച്ചു പറയുന്നത് കൊണ്ടും ഒക്കെയാണ് പണ്ട് നമ്മൾ കംപ്ലീറ്റ് സയൻസിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ഹാജാസ് ക്ലാസ്സസിൽ എടുത്തിട്ടുണ്ട്. 2019 മുതൽ ഒരുപാട് ഇന്ന് ഉദ്യോഗത്തിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ആ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് ജോലി നേടിയവരാണ്. അപ്പോൾ അത് 5-6 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇപ്പോൾ അതെല്ലാം അപ്ഡേറ്റഡ് ആയി. എല്ലാം സയൻസ് എന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളല്ല നമ്മൾ ഇന്ന് പറയുന്നത്. കാരണം അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം ഏതൊരു ക്ലാസ് ആണെങ്കിലും. അങ്ങനെ നമ്മൾ വൈറ്റമിൻ്റെ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ ആ ക്ലാസ്? വൈറ്റമിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വൈറ്റമിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ എന്തും ഇനിയൊരു ജോലി കിട്ടാൻ പൂർണ്ണമായും അറിഞ്ഞേ പറ്റുള്ളൂ. അതിന് ഒരു പകുതി 50-60% അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് 100% കാര്യങ്ങളും അറിയണം. പ്രത്യേകിച്ച് എൻ്റെ സബ്ജക്റ്റ് സയൻസും മാത്സും ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. വൈറ്റമിൻ്റെ ആദ്യത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ്, എക്സാം, ഇത് 3ഉം നമ്മുടെ ചാനലിലുണ്ട്. ഇനി നമ്മുടെ ചാനലിൽ അത് എവിടെയാണ് എന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക. താഴെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. ഇത് കൃത്യമായി കണ്ടുവന്നാൽ സയൻസും മാത്സും നമ്മൾ സെറ്റാവും. കറണ്ട് അഫേഴ്സും അതേപോലെ 2025 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ 1-2 ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ. നോക്കൂ, അന്തർവാഹിനിയിൽ നിന്ന് സമുദ്രനിരപ്പിന് മുകളിലുള്ളത് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിൻ്റെ പേരാണ് പെരിസ്കോപ്പ്. എന്താണ്? പെരിസ്കോപ്പ് എന്നാണ് ആ ഉപകരണത്തിൻ്റെ പേര്. മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് ചുവപ്പ് നിറം. ഖരം, ദ്രാവകം, വാതകം ഇവയിൽ
ശബ്ദത്തിന് ഏറ്റവും വേഗത കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, വാതകത്തിലാണ് ശബ്ദത്തിന് വേഗത കുറവ്. ഖരത്തിൽ ശബ്ദത്തിന് വേഗത കൂടുതലായിരിക്കും. കെൽവിൻ സ്കെയിലിൽ ജലം തിളയ്ക്കുന്ന താപനില 373.15 കെൽവിനിലാണ് ജലം തിളയ്ക്കുന്നത്. 373.15. വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതിയാണ്. ജലവൈദ്യുതിയാണ് നമ്മൾ വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അന്തർവാഹിനിയിൽ നിന്ന് സമുദ്രനിരപ്പിന് മുകളിലുള്ളത് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ സബ്മറൈൻ. അതിൻ്റെ മുകളിൽ നിന്ന് ജലനിരപ്പിന് മുകളിലുള്ളത് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ്. മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്നത് ചുവപ്പാണ്. ഖരം, ദ്രാവകം, വാതകം. ഇതിൽ ശബ്ദത്തിന് ഏറ്റവും വേഗത കുറവ് വാതകത്തിലാണ്. കെൽവിൻ സ്കെയിലിൽ ജലം തിളയ്ക്കുന്ന താപനില 373.15 കെൽവിനാണ്. വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതി ആണ്. അടുത്ത ചോദ്യം, ഇലക്ട്രിക് കേബിളുകളുടെ ഇൻസുലേഷനായി ഉപയോഗിക്കുന്ന പ്രധാന സിന്തറ്റിക് റബ്ബറിൻ്റെ പേരാണ് നിയോപ്രീൻ. ഓക്കെ, നിയോപ്രീൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് റബ്ബറാണ്. ഇലക്ട്രിക് കേബിളുകളുടെ ഇൻസുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സിന്തറ്റിക് റബ്ബറാണ് നിയോപ്രീൻ. പടക്കം പൊട്ടുമ്പോൾ വെടിമരുന്ന് ചാരമായി മാറുന്നത് ഏത് തരത്തിലുള്ള രാസപ്രവർത്തനമാണ്? അത് നല്ല ചോദ്യമാണ്. രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ച്. ഒരിക്കലും അതിന് തിരികെ വരാൻ പറ്റില്ല. ഈ ചാരത്തിന് തിരികെ വെടിമരുന്നായി മാറാൻ കഴിയില്ല. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മൈക്കിൾ ഫാരഡെ. ചൂടാക്കുമ്പോൾ ഒരു വസ്തു കത്താൻ തുടങ്ങുന്ന ഊഷ്മാവിന് പറയുന്ന പേരാണ് ജ്വലനോഷ്മാവ്. ഓക്കെ, ജ്വലനോഷ്മാവ്. ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക. ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച ആദ്യത്തെ രാജ്യം അമേരിക്കയാണ്. ഇലക്ട്രിക് കേബിളുകളുടെ ഇൻസുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിന്തറ്റിക് റബ്ബറിൻ്റെ പേരാണ് നിയോപ്രീൻ. പടക്കം പൊട്ടുമ്പോൾ വെടിമരുന്ന് ചാരമായി മാറുന്നത് രാസമാറ്റമാണ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡെയാണ്. ചൂടാക്കുമ്പോൾ ഒരു വസ്തു കത്താൻ തുടങ്ങുന്ന ഊഷ്മാവിന് പറയുന്ന പേരാണ് ജ്വലനോഷ്മാവ്. ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 74. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രമായ കള്ളിനൻ എന്ന് പറയുന്ന ഒരു വജ്രം അത് ലഭിച്ചത് ഏത് രാജ്യത്ത് നിന്ന്? ഉത്തരം സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അത് ലഭിച്ചത്. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിൻ. അറ്റോമിക് നമ്പർ 17. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം അല്ലെങ്കിൽ മിനറൽ ഏതാണ്? ഉത്തരം കാൽഷ്യം. ഓസോൺ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തിയ ആളുടെ പേരാണ് ഓസോൺ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? അതാണ് ചോദ്യം. ഉത്തരം സിഡ്നി ചാപ്മാൻ ആണ് കണ്ടെത്തിയത്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? ഉത്തരം 24 ക്യാരറ്റാണ്. ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റാണ്. ക്ലിയർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രമായ കള്ളിനൻ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ എലമെന്റ് കാൽസ്യം. ഓസോൺ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തിയത് സിഡ്നി ചാപ്മാൻ ആണ്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24 ക്യാരറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അലൂമിനിയവും ഇരുമ്പും കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഉത്തരം അലൂമിനിയവും ഇരുമ്പും കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം. ന്യൂട്രോൺ ഇല്ല. ന്യൂട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിൻ്റെ അകത്ത്. അതില്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജന്റെ പ്രോട്ടിയം എന്ന് പറയുന്ന രൂപം. പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം, അങ്ങനെ 3 രൂപങ്ങളുണ്ട്. ഡ്യൂറ്റീരിയത്തിലും ട്രിഷ്യത്തിലും എന്തുണ്ട്? ന്യൂട്രോൺ ഉണ്ട്, പക്ഷേ പ്രോട്ടിയത്തിലില്ല. പക്ഷേ ഹൈഡ്രജന്റെ 99% എന്താണ്? പ്രോട്ടിയം എന്ന രൂപമാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് ഹാലോജൻ. പീരിയോഡിക് ടേബിളിലെ 17ാമത്തെ ഗ്രൂപ്പിലാണ് ഇവർ ഉള്ളത്. ഇരുമ്പ് തുരുമ്പായി മാറുന്നു. ഏത് രാസപ്രവർത്തനമാണ് ഇത്? രാസമാറ്റം. ഏത് മാറ്റമാണ്? രാസമാറ്റം. ഒരിക്കലും തുരുമ്പിനെ നമുക്ക് ഇരുമ്പാക്കാൻ കഴിയില്ല. ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ ഏതാണ്? ഉത്തരം മെർക്കുറി. മെർക്കുറിയുടെ സിമ്പൽ Hg. യഥാർത്ഥ പേര് ഹൈഡ്രാർജീറ.
അലൂമിനിയവും ഇരുമ്പും കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് കാൽസ്യം, ലോഹമാണ് കാൽസ്യം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ ഇവയെ പൊതുവെ പറയുന്ന പേര് ഹാലജൻ എന്നാണ്. പീരിയോഡിക് ടേബിളിലെ 17ാമത്തെ ഗ്രൂപ്പ്. ഇരുമ്പ് തുരുമ്പാകുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. ഒരിക്കലും തുരുമ്പിനെ ഇരുമ്പാക്കാൻ കഴിയില്ല. ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടറാണ് മെർക്കുറി. മെർക്കുറിയുടെ സിമ്പൽ Hg എന്നാണ്. ഹൈഡ്രാർജിറം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് മെർക്കുറി എന്ന പദം ഉണ്ടായത്. അടുത്ത ചോദ്യം, ഒറ്റ ക്യാബിൾ ഉപയോഗിച്ച് 200ഓ അതിലധികമോ ചാനലുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മൾട്ടിപ്ലക്സിംഗ്. എന്താണ്? മൾട്ടിപ്ലക്സിംഗ് എന്നാണ് അറിയപ്പെടുക. പ്ലക്സിംഗ് എന്നാണ് അറിയപ്പെടുക. ഒറ്റ ക്യാബിൾ ഉപയോഗിച്ച് 200ഓ അതിലധികമോ ചാനലുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? മൾട്ടിപ്ലക്സിംഗ് എന്നറിയപ്പെടുന്നു. ഓൺലൈൻ ആശയവിനിമയം നടത്തുമ്പോൾ മാന്യവും ധാർമ്മികവുമായ പെരുമാറ്റത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നെറ്റിക്വറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നെറ്റിക്വറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറുകളുടെയും ഇന്റർനെറ്റുകളുടെയും നിയന്ത്രണം സംബന്ധിച്ച നിയമങ്ങളാണ് സൈബർ നിയമങ്ങൾ, സൈബർ ലോസ്. കമ്പ്യൂട്ടറുകളുടെയും ഇന്റർനെറ്റുകളുടെയും നിയന്ത്രണം സംബന്ധിച്ച നിയമങ്ങളാണ് സൈബർ ലോസ്. ലോകത്തിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഉത്തരം 6 ഡിഗ്രീസ്. ലോകത്തിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായി കണക്കാക്കപ്പെടുന്നത് 6 ഡിഗ്രീസ് ആണ്. ക്ലിയർ ആണ്? ഓക്കെ. അടുത്ത ചോദ്യം, വിക്കിപീഡിയ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? ഉത്തരം 2001 ജനുവരി 15. കൃത്യമായി പറഞ്ഞാൽ ജാനുവരി മാസം 15-ാം തീയതിയാണ് വിക്കിപീഡിയ നിലവിൽ വന്നത്. പ്രൊഫഷണലുകൾക്ക് വേണ്ടിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം ലിങ്ക്ഡ് ഇൻ. എല്ലാവരും കേട്ടിട്ടുണ്ട് ലിങ്ക്ഡ് ഇൻ. ട്വിറ്ററിന് പകരമായി മെറ്റ പുറത്തിറക്കിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ത്രെഡ്സ്. എന്താ ഉത്തരം? ത്രെഡ്സ്. ട്വിറ്ററിന് പകരമായി മെറ്റ പുറത്തിറക്കിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ത്രെഡ്സ്. റീൽസ് എന്ന ഫീച്ചർ ആദ്യമായി അവതരിപ്പിച്ച സോഷ്യൽ മീഡിയ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം, നമ്മൾ റീൽസ് കാണാറുണ്ടെന്ന് പറയില്ലേ, അതേതാന്ന് ചോദിച്ചാൽ പറയണം ഉത്തരം ഇൻസ്റ്റഗ്രാം. ഏതാണ്? ഇൻസ്റ്റഗ്രാം. സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട IT നിയമത്തിലെ സെഷൻ 66A റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട കേസാണ് ശ്രേയ സിംഗൽ കേസ്. ഏതാണ്? ശ്രേയ സിംഗൽ കേസ്. ശ്രേയ സിംഗൽ കേസ്. അടുത്ത ചോദ്യം 93, ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ ഇന്റർനെറ്റ് പോലെയുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഫയർവാൾ. ഏതാണ്? ഫയർവാൾ. യക്ഷഗാനം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ഓക്കെ, കാസർഗോഡ്. കളരിപ്പയറ്റിന്റെ 2 ശൈലികൾ. കളരിപ്പയറ്റിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് 2 ശൈലികളുണ്ട്. ഏതാണ്? വടക്കൻ പയറ്റും തെക്കൻ പയറ്റും. ഒന്നേതാണ്? വടക്കൻ പയറ്റ്, രണ്ടാമത്തത് തെക്കൻ പയറ്റ്. നളചരിതം ആട്ടക്കഥയുടെ പ്രശസ്തി കാരണം ആട്ടക്കഥാ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യർ. അപ്പോൾ ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ ഇന്റർനെറ്റ് പോലെയുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഫയർവാൾ. യക്ഷഗാനം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കളരിപ്പയറ്റിലെ പ്രധാനപ്പെട്ട 2 ശൈലികളാണ് വടക്കൻ പയറ്റും തെക്കൻ പയറ്റും. നളചരിതം ആട്ടക്കഥയുടെ പ്രശസ്തി കാരണം ആട്ടക്കഥാ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ ആണ്. അടുത്ത നമ്മൾ പോകുന്നത് 97ാമത്തെ ചോദ്യത്തിലേക്കാണ്. സൗത്ത് ഇന്ത്യൻ രംഗകലാ മ്യൂസിയം ഉള്ള സ്ഥാപനം ഏതാണ്? സൗത്ത് ഇന്ത്യൻ രംഗകലാ മ്യൂസിയം ഉള്ള സ്ഥാപനം ഏതാണ്? എവിടെയാണ്? കേരളത്തിൽ. അത് തന്നെയാണ്, കേരള കലാമണ്ഡലം. ഇതാണ് ഉത്തരം. ഓക്കെ. തുള്ളൽ രൂപങ്ങളിൽ വെച്ച് ഏറ്റവും വേഗം കുറഞ്ഞത് പറയൻ തുള്ളലാണ്. ഓക്കെ. പരിചമുട്ട് കളിക്ക് താളം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഇലത്താളം. പാന അവതരിപ്പിക്കുന്നതിനായി തയ്യാറാക്കുന്ന പ്രധാന കളരിയുടെ പേരാണ് പാനത്തറ. ഏതാണ്? പാനത്തറ. മോഹിനിയാട്ടത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന
വേഷവിധാനത്തിൻ്റെ പ്രധാന നിറം എന്താണ്? ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. പ്രിയമുള്ളവരെ, 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഇടണം. 5000+ ഫാക്ട്സിൻ്റെ ഒരു ഭാഗവും നിങ്ങൾ കാണാതെ പോകരുത്. അത് ഒരുപാട് ഗുണം ചെയ്യും. ഞാനത് എഴുതി തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആൻസർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വായിച്ചു വിട്ടാൽ മതിയെങ്കിൽ അങ്ങനെ പറയാം. സ്പീഡ് കൂട്ടണമെങ്കിലോ സ്പീഡ് കുറയ്ക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് പറയാം. അതിനനുസരിച്ച് നമുക്ക് അതിനകത്ത് മാറ്റം വരുത്താൻ കഴിയും. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് പറയുക. ഓക്കെ. അതുപോലെ തന്നെ മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞ ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾ കാണണം. വരാനിരിക്കുന്ന ബെവ്കോ, VFA, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, CPO എല്ലാ പരീക്ഷകൾക്കും ഈ പറയുന്ന എല്ലാ സെഗ്മെൻറ്റുകളും നിങ്ങൾക്ക് ഗുണം ചെയ്യും. മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ 100 ക്വസ്റ്റ്യൻ ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയായിരുന്നു. എത്ര മാർക്ക് കിട്ടി? പഠിക്കണം, പഠിച്ചാലേ പറ്റുള്ളൂ. നമുക്ക് ഈ ജോലി നേടിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല പോലെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.